Hello everyone, welcome to Botany Bunny. നമ്മൾ ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേരള PSCയുടെ ഹെൽത്ത് സർവീസസിൽ വരുന്ന എക്സാമായ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിലബസ് ആണ്. അപ്പോൾ അതിൽ ജനറൽ നോളജിൽ വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ കിറ്റ് എന്നുള്ളത്. 5 മാർക്കിനാണ് ഈ ടോപ്പിക്ക് ചോദിച്ച് കാണുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചില ബേസിക് ഐഡിയാസ് ആണ് നമ്മൾ ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അവിടെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ക്ലാസ്സുകളുടെ PDF-ഉം ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിനൊക്കെ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിലാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഓവർവ്യൂ ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് പാത്തോജനസിസ് ഓഫ് TB നെ കുറിച്ചാണ്. TB അഥവാ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ പേരെന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്നാണ്. ഷോർട്ടായിട്ട് നമുക്ക് ട്യൂബർക്ലോസിസ് എന്നും വിളിക്കാവുന്നതാണ്. സോ നമുക്ക് പൊതുവെ ഈ പറയുന്ന TBനെ കാണാൻ സാധിക്കുന്നത് ലങ്സിലും അല്ലെങ്കിൽ ലാരിങ്സിലും ഒക്കെ ആയിട്ടാണ്. റെയർ ആയിട്ട് നമുക്ക് മറ്റ് പലയിടങ്ങളും TB വരുന്നതായിട്ട് കാണാം. അപ്പോൾ വേറെ എവിടെയെങ്കിലാണ് TB ഒക്കർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് പൊതുവെ ഇൻഫെക്ഷ്യസ് അല്ല. പക്ഷേ ഇൻ കേസ് ആ പേഴ്സണ് TB ലങ്സിലോ അല്ലെങ്കിൽ ലാരിങ്സിനോ സെയിം ടൈമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷ്യസ് ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ TB എഫക്റ്റഡ് ആയ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അവരുടെ അല്ലെങ്കിൽ അവളുടെ ലങ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാരിങ്സ് എന്ന് പറയുന്നതിനകത്തുനിന്നും ടൈനി ആയിട്ടുള്ള പല പാർട്ടിക്കിൾസും റിലീസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അവർ അത് കഫ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുമ്പോഴോ ഒരുപാടധികം ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ടോക്കിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയസ് റിലീസ്ഡ് ആവുന്നുണ്ട്. ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ നേക്കഡ് ഐക്ക് ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 to 5 മൈക്രോൺസ് ആണ് സൈസ് എന്ന് പറയുന്നത്. ഈ മൈക്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? 100 the width of human hair ആണ്. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി അത്രയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് നമ്മുടെ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയയുടെ സൈസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഏത് ബാക്ടീരിയയാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ് TBക്ക് റെസ്പോൺസിബിൾ ആവുന്നത്, അത് ഇൻഫെക്ഷ്യസ് ആവുന്നത് ഏത് സ്റ്റേജിലാണ് എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അതുപോലെ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ എന്ന് പറയുന്നതാണ് റിലീസ് ചെയ്യുന്ന ടൈനി പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ട്യൂബർക്ലോസിസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ട്യൂബർക്ലോസിസ് എഫക്റ്റഡ് ആയ ഒരു പേഴ്സണിനകത്തുനിന്നും റിലീസ് ചെയ്യുന്ന കഫിനകത്തുനിന്നോ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുന്നതിനകത്തുനിന്നോ ഈ പറയുന്ന ഡ്രോപ്ലെറ്റ്സ് മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുവഴിയായിട്ട് മറ്റൊരു പേഴ്സൺ എന്താവും? ട്യൂബർക്ലോസിസ് എഫക്റ്റഡ് ആവാറുണ്ട്. ഒരു ആക്റ്റീവ് ട്യൂബർക്ലോസിസ് ഇൻഫെക്ഷൻ്റെ കേസിൽ പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ക്രോണിക് ആയ കഫാണ്. നമുക്കറിയാം അക്യൂട്ടും ഉണ്ട് അതുപോലെ ക്രോണിക്കും ഉണ്ട്. അക്യൂട്ട് ഡിസീസിൻ്റെ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ഷോർട്ടാണ്. കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് അക്യൂട്ട് ഡിസീസ് ഒക്കെ ഉണ്ടായിരിക്കുക. അഥവാ ക്രോണിക് ആണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ലോങ് ആയിരിക്കും. മേ ബി അത് ലൈഫ് ടൈമിൽ മുഴുവൻ നമുക്ക് ആ ക്രോണിക് ഡിസീസ് എഫക്റ്റഡ് ആയിരിക്കും. ഇനി അക്യൂട്ട് ഡിസീസിൻ്റെ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റും ബോഡിക്ക് ഉണ്ടാക്കുന്നില്ല. പക്ഷേ ക്രോണിക് ഡിസീസ് ആണെങ്കിൽ അതൊരു പെർമനൻ്റ് എഫക്റ്റാണ് ബോഡിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ പറയുന്നത് അക്യൂട്ടിന് എക്സാമ്പിളാണ് കോമൺ കോൾഡ് എന്നൊക്കെ പറയുന്നത്. ഇനി ക്രോണിക്കിനാണ് നമ്മുടെ ട്യൂബർക്ലോസിസ് ഒക്കെ എക്സാമ്പിളായിട്ട് പറയുന്നത്. കഫിനോടൊപ്പം നമുക്ക് ബ്ലഡ് കണ്ടെയ്നിങ് ആയ മ്യൂക്കസ് കാണാൻ സാധിക്കും. മ്യൂക്കസ് എന്ന് പറയുന്നത് എന്താണ്? മ്യൂക്കസ് എന്ന് പറയുന്നത് മോയ്സ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബോഡി സർഫസിനകത്തൊക്കെ, അതായത് ലങ്സ്, അതുപോലെ മൗത്ത്, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, ഇതിനൊക്കെ ലൈൻ ചെയ്യുന്ന ഒരു പോർഷനെയാണ് നമ്മൾ മ്യൂക്കസ് എന്ന് പറയുന്നത്. മ്യൂക്കസ് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ടിഷ്യൂസ് ഒന്നും ഡ്രൈ ആവാതിരിക്കാനാണ് നമുക്ക് മ്യൂക്കസ് ഉള്ളത്. അപ്പോൾ ഈ ട്യൂബർക്ലോസിസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഒരു കേസിൽ നമുക്ക് ബ്ലഡ് കണ്ടെയ്നിങ് ആയ മ്യൂക്കസ് ആണ് കാണാൻ സാധിക്കുക. അതുപോലെ ലങ്സ് എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് ആയിരിക്കും. ഇൻഫെക്റ്റഡ് ആവുന്നത് ഈ പറയുന്ന ബാക്ടീരിയ വഴിയായിട്ടാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ആ ഇൻഫെക്ഷന് റെസ്പോൺസിബിൾ ആവുന്നത്. നമ്മുടെ ട്യൂബർക്ലോസിസ് പേഴ്സൺ റിലീസ് ചെയ്യുന്ന ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത് എയറിൽ തന്നെ ഉണ്ടായിരിക്കും. അൺടിൽ നമ്മൾ എന്തെങ്കിലും ഒരു നാച്ചുറൽ ആയ അല്ലെങ്കിൽ മെക്കാനിക്കലായ ഒരു വെന്റിലേഷൻ കൊടുത്ത് അതിനെ റിമൂവ് ചെയ്യുന്നത് വരെ ഈ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത് എയറിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ TBയുടെ സ്പ്രെഡ് എന്ന് പറയുന്നത് സോഴ്സ് എന്ന് പറയുന്നത് TB ഇൻഫെക്റ്റഡ് ആയ ഒരു പേഴ്സണിൽ നിന്നുമാണ് സക്സെപ്റ്റബിൾ ആയത്. അതായത് അയാൾ കഫ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ ഇൻഹെയിൽ ചെയ്യുന്നത് വഴി അടുത്തൊരു പേഴ്സണ് പകരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ മേ ബി ബ്രീഫായ ഒരു കോണ്ടാക്റ്റ് വഴിയായിട്ടൊന്നും ഈ TB ഇൻഫെക്റ്റഡ് ആവത്തില്ല. പക്ഷേ ഇൻ കേസ് നമ്മുടെ
ഇൻഫെക്റ്റഡ് ആയ പേഴ്സണിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയോ ഒക്കെ ഇൻഹെയിൽ ചെയ്യാനൊരു ചാൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റൊരു പേഴ്സൺ ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ അപ്പോൾ അങ്ങനെയാണ് ട്യൂബർക്ലോസിസിൻ്റെ ഒരു സ്പ്രെഡ് നടക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ഫോർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. നമുക്കറിയാം TB എന്ന് പറയുന്നത് ഇന്ത്യയിൽ എൻഡമിക് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എൻഡമിക് എന്ന് പറയുമ്പോൾ റെഗുലർ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു ഡിസീസാണ് ഈ TB എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡയഗ്നോസിസ് പൊതുവെ ഡിലേ ആവുന്നത് കൊണ്ടാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്പ്രെഡ് നടക്കുന്നത്. ഇപ്പോൾ അൺസസ്പെക്റ്റഡ് ആയ, അതായത് നമുക്ക് ഡിറ്റക്ട് ചെയ്യപ്പെടാത്ത TBയുടെ കേസസിലാണ് പൊതുവെ TBയുടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. കാരണം എന്താണ്, അത് ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ട്രാൻസ്മിറ്റ് ആവാനുള്ള കേസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇവർ ചില സമയത്ത് ഒരു കുറേ നാളത്തേക്കോ അല്ലെങ്കിൽ കുറേ വീക്സിലേക്കോ ഒക്കെ അൺസസ്പെക്റ്റഡ് ആയിട്ട് പോകുന്നത് കൊണ്ടാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള TB അഫക്റ്റഡ് പേഴ്സൺസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ TB നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ അതിന് ഡയഗ്നോസിസ് ടെസ്റ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് അതിന് പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം, TB ഇൻഫെക്ഷൻ വളരെയധികം നമ്മുടെ ഒരു പോപ്പുലേഷനെ തന്നെ ഇൻഫെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇൻഫ്ലുവൻസ, അതായത് H1N1 എന്ന് പറയുന്നതിൻ്റെയൊക്കെ ഒരു ഗ്ലോബൽ സ്പ്രെഡ് എന്ന് പറയുന്നതിൻ്റെയൊക്കെ ഒരു ആഴം കാണിക്കുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആയ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടതും, അതുപോലെ നമ്മൾ ഈ പാൻഡമിക് ആയുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ കിറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ പാൻഡമിക്കിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് TBക്കും നമ്മൾ അങ്ങനത്തെ ഒരു കൺട്രോൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പർപ്പസ് ആൻഡ് സ്കോപ്പ് ഓഫ് ദീസ് ഗൈഡ് ലൈൻസ് ആണ്. നമുക്കറിയാം ഈ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് നമുക്കൊരു അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുവഴിയായിട്ട് എങ്ങനെ നമുക്ക് എയർബോൺ ആയിട്ടുള്ള ഇൻഫെക്ഷൻസിൻ്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതുകൂടാതെ നമുക്ക് ടെക്നിക്കലായിട്ടും ഓപ്പറേഷണലായിട്ടുള്ള ഗൈഡൻസും ഈ പറയുന്ന ഗൈഡൻസ് തരുന്നുണ്ട്. അതുവഴിയായിട്ട് നമുക്ക് എയർബോൺ ഡിസീസിൻ്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഗൈഡ് ലൈൻസ് വഴിയായിട്ടാണ് നമുക്ക് എന്തിനൊക്കെ മുൻഗണന കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഡിസീസിനെ മാനേജ് ചെയ്ത് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നാഷണലായിട്ടും സ്റ്റേറ്റ് ആയിട്ടും അതുപോലെ ലോക്കലായിട്ടും എങ്ങനെ നമുക്ക് ഈ ഡിസീസിനെ മാനേജ് ചെയ്യാം എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും. മെയിനായിട്ടും ഈ ഗൈഡ് ലൈൻസ് ഫോക്കസ് ചെയ്യുന്നത് TB ഒരു പ്രോട്ടോടൈപ്പിക് ഡിസീസ് ആയതുകൊണ്ട് തന്നെ, അതായത് ഒറിജിൻ ആയിട്ടുള്ള ഒരു ഡിസീസ് ആയതുകൊണ്ട് തന്നെ എയർബോൺ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ആണ് ഈ TBക്ക് ഉള്ളത് കൊണ്ടും എന്നുള്ളത് കൊണ്ടും എങ്ങനെയൊക്കെയാണ് നമ്മൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനെ ഇത് ബാധിക്കുന്നത് എന്നതൊക്കെ നമ്മൾ ഈ ഗൈഡ് ലൈൻസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എഫക്റ്റീവായിട്ട് ഇത്തരത്തിലുള്ള റെക്കമെൻഡേഷൻ മെഷേഴ്സ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതുവഴിയായിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഈ പാൻഡമിക്സിനെ നേരിടാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഗൈഡ് ലൈൻസ് മെയിനായിട്ടും ഇൻറ്റൻറ്റ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഹെൽത്ത് സിസ്റ്റം ഒഫീഷ്യൽസിന് TB, HIV, AIDS എന്തിൻ്റെയൊക്കെ കൺട്രോൾ കൊടുക്കാം, അതുപോലെ ഇൻഫ്ലുവൻസ ഡിസീസസ് ആയിട്ടുള്ള H1N1, H5N1 ഇതിനൊക്കെ എങ്ങനെ നേരിടണം എന്നുള്ളത് പബ്ലിക്കായിട്ടും അതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള സെക്ടേഴ്സിലും ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ ഈ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലും സബ് സെൻറ്റേഴ്സ് തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഹൈ റിസ്ക് ഏരിയാസിലും അവിടെയും നമുക്ക് ഈ പറയുന്ന ഗൈഡ് ലൈൻസ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഹൈ റിസ്ക് ഏരിയാസ് എന്ന് പറയുമ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് TB ആൻഡ് ചെസ്റ്റ് OPD, മെഡിസിൻ OPD, ഇൻഡോർ വാർഡ്സ്, ഡോട്ട്സ് പ്ലസ് സൈറ്റ് ഫോർ MDR TB ട്രീറ്റ്മെൻറ്റ്, അതുപോലെ ആർട്ട് സെൻറ്റേഴ്സ്, ബ്രോഞ്ചോസ്കോപ്പി സ്യൂട്ട്സ്, TB ബാക്ടീരിയോളജി കൾച്ചർ ലബോറട്ടറീസ്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് അതായത് ICU, അതുപോലെ ഓപ്പറേറ്റിംഗ് തിയേറ്ററിലൊക്കെ എന്ത് തരത്തിലുള്ള മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതും ഈ പറയുന്ന ഗൈഡ് ലൈൻസിൽ നമുക്ക് ഐഡിയ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ സജഷൻസ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന TBനെ കൺട്രോൾ ചെയ്യാം, അതിൻ്റെ റിസ്ക് നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതൊക്കെയാണ്. അതായത് ഹൗസ് ഹോൾഡ്സിലേക്കും അതുപോലെ ഇതിനെ സ്പ്രെഡിനെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ചാണ് മെയിനായിട്ട് ഈ പറയുന്ന ഗൈഡ് ലൈൻസിൽ ഉള്ളത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ചില സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിനെ കുറിച്ചാണ്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് ഒരു ടേമാണ്. ഇറ്റ്സ് യൂസ്ഡ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് കൺട്രോൾ പ്രാക്ടീസസ് ടു റിഡ്യൂസ് ദ റിസ്ക് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പാത്തജൻസ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് ബേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെ നമ്മുടെ ബ്ലഡ്, അതുപോലെ ബോഡി ഫ്ലൂയിഡ്സ്, സെക്രീഷൻസ്, എക്സ്ക്രീഷൻസ്,
അതിൽ നമ്മൾ സ്വെറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുപോലെ നോൺ ഇൻടാക്റ്റ് ആയ സ്കിൻ, മ്യൂക്കസ് മെംബ്രെയിൻസ്, നമ്മൾ പറഞ്ഞില്ലേ മ്യൂക്കസ് എന്ന് പറയുന്നത് ലൈനിങ് ആണ്, ഫ്ലൂയിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന മ്യൂക്കസ് മെംബ്രെയിൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തുണ്ട്, ട്രാൻസ്മിസിബിൾ ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ഏജൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടിട്ട് ഡിസൈൻ ചെയ്തതാണ് എന്താ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആർ അപ്ലിക്കബിൾ ടു ഓൾ പേഷ്യൻസ് ഇൻ ഓൾ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിനെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മേജർ ഫീച്ചേഴ്സ് ഓഫ് യൂണിവേഴ്സൽ പ്രിക്കോഷൻസ്, അതുപോലെ ബോഡി സബ്സ്റ്റൻസ് ഐസൊലേഷൻ ആൻഡ് എയർബോൺ പ്രിക്കോഷൻസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ഫീച്ചേഴ്സ് ആണ് ഈ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദീസ് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് ഈ റിസ്ക് അസസ്മെൻറ്റ് എന്നതിന് ആവശ്യമായിട്ടുള്ളത് തന്നെയാണ്. ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിൽ ഈ പറയുന്ന പ്രിക്കോഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് വഴിയായിട്ട് നമുക്ക് റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എലമെന്റ്സ് ഓഫ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ്. അതിലൊന്നാണ് ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മളൊരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ചൂസ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ ചെയ്യുന്നത് റിസ്കിൻ്റെ അസസ്മെൻറ്റ് വെച്ചിട്ടാണ്. അതായത് റിസ്കിൻ്റെ തോത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടാണ് ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിൻ്റെ സെലക്ഷൻ നടത്തുന്നത്. മൂന്നാമതായിട്ടുള്ളതെന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഹൈജീൻ, അതുപോലെ കഫ് എറ്റിക്വറ്റ് ആണ്. അതായത് ചില റൂൾസ് ഒക്കെ ഉണ്ട്, നമ്മൾ എങ്ങനെ കഫ് ചെയ്യണം, കഫ് ചെയ്യുമ്പോൾ നമ്മൾ കവർ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ചില റൂൾസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത് വരുന്നത് നമ്മൾ മൗത്തും നോസും നന്നായിട്ട് കവർ ചെയ്യുക, കഫ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുമ്പോഴോ കവർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്പോസ് ചെയ്യുക, ടിഷ്യൂ അല്ലെങ്കിൽ ആ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ അത് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ കഫ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സ്നീസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. മാസ്ക് വെയർ ചെയ്യുക, ഇതൊക്കെയാണ് ചില കഫ് എറ്റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ കൈ വെച്ചിട്ട് കവർ ചെയ്യരുത്. നമ്മുടെ അപ്പർ പോർഷൻ ഓഫ് ഹാൻഡ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തുകൊണ്ടും നമുക്ക് വേറൊരു നിവൃത്തിയില്ലാത്ത ഒരു കേസിലൊക്കെ അങ്ങനെയും നമുക്ക് കഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചില റൂൾസും സ്റ്റാൻഡേർഡ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത്. നാലാമതായിട്ട് ഇഞ്ചുറിയുടെ പ്രിവെൻഷൻ ആണ്. നീഡിൽസിൽ നിന്നും അതുപോലെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റിൽസ് നിന്നുള്ള ഇഞ്ചുറിയുടെ പ്രിവെൻഷൻ ആണ്. അതുപോലെ നമ്മൾ പേഷ്യൻ്റ് കെയർ എൻവയോൺമെൻറ്റിന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. നമുക്കറിയാം അല്ലേ, ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള ഒരു പ്ലേസ് ആണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അതിനെ ക്ലീൻ ആയിട്ട് അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലം നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് വെക്കും അല്ലേ. അപ്പോൾ അതാണ് വരുന്ന അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ ലിനിൻ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലിനിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? നമുക്ക് റൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ റൈറ്റ് ടൈമിൽ ലഭിക്കുക, അതുപോലെ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ ലഭിക്കുക എന്നുള്ളതാണ് ലിനിൻ മാനേജ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമുക്കറിയാം, നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ MLT-യിൽ പഠിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഷാർപ്പായ ഒബ്ജക്ട്സ് എവിടെ നിക്ഷേപിക്കണം, അതുപോലെ അനാറ്റമിക്കൽ ആയിട്ടുള്ള വേസ്റ്റുകൾ എവിടെ നിക്ഷേപിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ലിനിൻ മാനേജ്മെന്റിൽ വരുന്നത്. അപ്പോൾ ലിനിൻ എന്ന് പറയുന്നതിനകത്ത് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് റൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ റൈറ്റ് ആയ ക്വാണ്ടിറ്റിയിൽ ലഭിക്കുക എന്നുള്ളതാണ്, അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ആണ്. പേഷ്യൻറ്റിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യുക, അതുപോലെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് നമ്മൾ എലമെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിൽ പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ആദ്യത്തെ പാർട്ട് മാത്രമാണ്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ വരുന്നുണ്ടാവും. അപ്പോൾ അടുത്തൊരു പോർഷൻസിനായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പ്ലേലിസ്റ്റും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീർ ബണ്ണി സൈനിങ് ഓഫ്. താങ്ക് യു.